തിരുവനന്തപുരം ടെക്നോപാർക്കിൽ ഹയർ ചെയ്യുന്ന 4 വാക്കൻസീസാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യത്തെ വാക്കൻസി എന്ന് പറയുന്നത് ജൂനിയർ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററാണ്. ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞ ആൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വാക്കൻസിയാണിത്. അതുമാത്രമല്ല ബാക്ക്ഗ്രൗണ്ട് ഇൻ അക്കൗണ്ടിങ് ഓർ കൊമേഴ്സ് ഈസ് എ പ്ലസ്. ബികോം BBA കഴിഞ്ഞ് നിൽക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ആഡഡ് അഡ്വാൻറ്റേജ് ആണ് പറയുന്നുണ്ട്. രണ്ടാമത്തെ ജോബ് റോൾ എന്ന് പറയുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് ആണ്. ഇവിടെ ഹയർ ചെയ്യുന്നത് ഫ്രഷേഴ്സിനെയാണ്, ജൂനിയറിനാണ് ആവശ്യം അവർക്ക്. പറയുന്ന ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, മാർക്കറ്റിംഗ് ഓർ റിലേറ്റഡ് ഫീൽഡ്. മൂന്നാമത്തെ ജോബ് റോൾ എന്ന് പറയുന്നത് ടെലിസെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്. ഇത് ഫീമെയിൽസിനെയാണ് പ്രിഫർ ചെയ്യുന്നത്. അവർ ഇവിടെ പറയുന്നുണ്ട് 0 to 1 years ഓഫ് എക്സ്പീരിയൻസ് മതി എന്ന് പറയുന്നുണ്ട്. ഫ്രഷറിനെയാണ് ആവശ്യം. അതുമാത്രമല്ല മലയാളം നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നുണ്ട്. നാലാമത്തെ ജോബ് റോൾ എന്ന് പറയുന്നത് ഡയറക്റ്റ് ബിസിനസ് മീറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണ്. മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ് പ്രിഫേർഡ്. ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഗ്രാജുവേഷൻ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ആദ്യത്തെ വാക്കൻസിയാണ് ജൂനിയർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ. ഇവിടെ എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിരിക്കണം നോക്കാം. ദിസ് ഈസ് ആൻ എൻട്രി ലെവൽ പൊസിഷൻ ഇൻറ്റൻഡ് ടു ഹാൻഡിൽ ബാക്ക് ഓഫീസ് ഓപ്പറേഷൻ ഓഫ് സെമൈൻ സോഫ്റ്റ്വെയർ. ദ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഓപ്പറേറ്റർ ഈസ് ടു കറക്റ്റ് ദ ടെക്സ്റ്റ് വിച്ച് വാസ് റോങ്ലി റെഡ് ബൈ ദ മെഷീൻ. ദ ഹൈ പ്രിഫറൻസ് ഗോസ് ടു ദ പീപ്പിൾ വിത്ത് അക്കൗണ്ടിംഗ് ബാക്ക്ഗ്രൗണ്ട് ഹാവിംഗ് കമ്പ്യൂട്ടർ സ്കിൽ ആസ് ദ മാനുവൽ കറക്ഷൻ ഈസ് ആൻഡ് ഇൻവോയ്സസ്. അതായത് അക്കൗണ്ടിംഗ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ കൊമേഴ്സ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരാൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വാക്കൻസി ആയിരിക്കും. കാരണം ഇത് മാനുവൽ കറക്ഷൻ ആയിരിക്കും. ഡാറ്റ എൻട്രി ചെയ്തത് നമ്മൾ മാനുവലി കറക്റ്റ് ചെയ്യുന്ന ഒരു ജോബ് റോളാണിത്. എന്തൊക്കെയാണ് ഇവരുടെ പ്രിഫേർഡ് സ്കിൽസ് പറയുന്നത്? സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇൻ ഇംഗ്ലീഷ്, ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ബില്ലിംഗ് സിസ്റ്റം ആൻഡ് ടെർമിനോളജീസ്. ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് എനി ഡിഗ്രി ഓർ ഡിപ്ലോമ, ബാക്ക്ഗ്രൗണ്ട് ഇൻ അക്കൗണ്ടിങ് ഓർ കൊമേഴ്സ് ഈസ് എ പ്ലസ്. സോ നിങ്ങൾക്ക് ഈ ഒരു ജോബിലോട്ട് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ CV പ്രിപ്പയർ ചെയ്യുക. ഇവിടെ നിന്ന് കിട്ടാവുന്ന കീവേഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് CV പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം CV ഈ ഒരു ഇമെയിലോട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ജോബ് റോൾ എന്ന് പറയുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് ആണ്. എന്തൊക്കെയാണ് കീ റെസ്പോൺസിബിലിറ്റീസ്? ഫൈൻഡ് ആൻഡ് കണക്ട് വിത്ത് ന്യൂ ലീഡ്സ് യൂസിംഗ് പ്ലാറ്റ്ഫോംസ് ലൈക്ക് ലിങ്ക്ഡിൻ, അസിസ്റ്റ് ഇൻ പ്രിപ്പയറിംഗ് സെയിൽസ് പ്രൊപ്പോസൽ, ഹെൽപ്പ് ഷെഡ്യൂൾ മീറ്റിംഗ്, മെയിൻറ്റെയിൻ ലീഡ് ആൻഡ് ക്ലയൻറ്റ് ഡാറ്റ ഇൻ CRM സോഫ്റ്റ്വെയർ, സപ്പോർട്ട് ദ സീനിയർ BD ടീം, ഫോളോ അപ്പ് വിത്ത് ലീഡ്സ് ആൻഡ് റെസ്പോണ്ട് ടു ബേസിക് ഇൻക്വയറീസ്, സ്റ്റേ അപ്ഡേറ്റഡ് ഓൺ അവർ സർവീസസ് ആൻഡ് ഇൻഡസ്ട്രി ട്രെൻഡ്സ്. ഇതൊക്കെയാണ് അവിടുത്തെ കീ റെസ്പോൺസിബിലിറ്റീസ്. എന്തൊക്കെയാണ് പ്രിഫർ ചെയ്ത സ്കിൽസ് നോക്കാം. ഇമ്മീഡിയറ്റ് ജൂനിയറാണ് അവർക്ക് ആവശ്യം. എക്സ്പീരിയൻസ് 1 to 3 years പറയുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, മാർക്കറ്റിംഗ് ഓർ റിലേറ്റഡ് ഫീൽഡ്. സോ നിങ്ങൾക്ക് ഈ ഒരു ജോബിലോട്ട് അപ്ലൈ ചെയ്യാൻ താല്പര്യമെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നിങ്ങൾ CV പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം CV ഈ ഒരു ഇമെയിലോട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ ജോബുകളായ ടെലിസെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്. ഫീമെയിൽസിനാണ് ഹയർ ചെയ്യുന്നത്. 0 to 1 years ഓഫ് എക്സ്പീരിയൻസ് മതി. ഫീമെയിൽ കാൻഡിഡേറ്റിനാണ് ആവശ്യം. പിന്നെ പറയുന്നുണ്ട് ഹാവ് ഫ്ലുവൻസി വിത്ത് മലയാളം ലാംഗ്വേജ്. ഇവിടെ കാര്യമായിട്ട് പ്രിഫേർഡ് സ്കിൽസ് ഒന്നും പറയുന്നില്ല. കസ്റ്റമർ ഇൻട്രാക്ഷൻ വേണമെന്ന് പറയുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് പറയുന്നത്, ടൈം മാനേജ്മെൻറ്റ് വേണമെന്ന് പറയുന്നുണ്ട്. ഈ 3 കാര്യങ്ങളെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് CV പ്രിപ്പയർ ചെയ്യാം. അതിനുശേഷം CV ഈ ഒരു ഇമെയിലോട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഫോർത്ത് ജോബ് റോൾ എന്ന് പറയുന്നത് ഡയറക്റ്റ് ബിസിനസ് മീറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണ്. ഇവിടെ ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ നിൽക്കുന്ന ആൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വാക്കൻസിയാണിത്. എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. എക്സ്പ്ലെയിൻ പ്രൊഡക്ട്സ് ഓർ സർവീസസ് ആൻഡ് ആൻസർ ക്വസ്റ്റ്യൻ ഫ്രം കസ്റ്റമേഴ്സ്, ഒബ്റ്റെയിൻ കസ്റ്റമർ ഇൻഫർമേഷൻ ആൻഡ് അപ്ഡേറ്റ് ഡാറ്റാബേസസ് വിത്ത് കോൾ ഔട്ട്കംസ്, ഫോളോ അപ്പ് ഓൺ ഇനീഷ്യൽ കോൺടാക്ട്സ് ആൻഡ് മെയിൻറ്റെയിൻ റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമേഴ്സ്, ആക്റ്റീവ് സെയിൽസ്, achieve sales target, handle customer complaints, ensure customer satisfaction through effective communication and service. ഇതൊക്കെയാണ് റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞിരിക്കുന്നത്. എക്സ്പീരിയൻസ് 0 to 1 years ഓഫ് എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. അതായത് ഫ്രഷർ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ബേസിക് പേ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ് ആർ പ്രിഫേർഡ്. എന്തൊക്കെയാണ് പ്രിഫേർഡ് സ്കിൽസ്? അതായത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, കസ്റ്റമർ ഹാൻഡ്ലിംഗ് സ്കില്ല് വേണം, ടൈം മാനേജ്മെൻറ്റ് വേണം, ആക്റ്റീവ് ലിസണിങ് ആയിരിക്കണം, ബിൽഡിംഗ് കസ്റ്റമർ റിലേഷൻഷിപ്പ്. ഈ 5 കാര്യങ്ങളാണ് ഇവിടെ പ്രിഫേർഡ് സ്കിൽസിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് വെച്ചാൽ CV പ്രിപ്പയർ ചെയ്യാം. ആ CV നിങ്ങൾ ഈ ഒരു ഇമെയിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്യുമ്പോൾ സബ്ജക്റ്റ് ലൈനിൽ അപ്ലിക്കേഷൻ ഫോർ ഡയറക്റ്റ് മീറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്ന് മെൻഷൻ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കാം.